ഇതേ നമ്മുടെ മഷ്റൂമിനുള്ള വൈക്കോലും നമ്മളിപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വൈക്കോലിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. അതിന് നമ്മൾ വൈക്കോല് നമ്മൾ പുഴുങ്ങിയാണ് 2 മണിക്കൂറോളം നല്ലോണം തീയിൽ പുഴുങ്ങിയെടുക്കണം. ഈ കലത്തിനകത്ത് വൈക്കോലാണ് നടക്കുന്നത്. ഗോൾഡൻ കളർ ടൈപ്പുള്ള വൈക്കോൽ എടുത്തിട്ട് വേണം നമ്മൾ പുഴുങ്ങിയെടുക്കാനായിട്ട്. അതിനായിട്ട് നമ്മുടെ മഷ്റൂമിൻ്റെ ഉൽപ്പാദകി ആതിര പുറകിൽ നിന്ന് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യും, പക്ഷേ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ സഹായിക്കുക മാത്രമേ ഉള്ളൂ. വീഡിയോ എടുത്തു കൊടുക്കും, പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും. കട്ട സപ്പോർട്ടാണ്, പക്ഷേ ഒരു സാധനം ഞാൻ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും രീതിയിൽ വെട്ടി തിളപ്പിച്ച് 2 മണിക്കൂറോളം നമ്മൾ തിളപ്പിച്ച് ശരിക്കും വേവിച്ചെടുക്കുന്ന ടൈപ്പ് ആവണത്. ആ രീതിയിലാണ് നമ്മളിത് വേവിക്കണം, റെഡിയാക്കുക. ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചാണ് റെഡിയാക്കണത് ഈ സാധനം. ഈ രീതിയിൽ നമ്മൾ വേവിച്ചെടുത്ത് ഇങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുത്തിട്ട് നമ്മൾ വെയിലത്തിടണം. 3-4 ദിവസം നമ്മൾ വെയിലത്തിടണം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ നല്ല രീതിയിൽ നമുക്കിത് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞാൽ വെള്ളവും വരാൻ പാടില്ല, പക്ഷെ നമ്മൾ ചെറിയ നനവുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ഇതിനകത്ത് നിന്ന് മഷ്റൂം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ മഷ്റൂം ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്, ഫീഡായി പോകും. ഒരാളെ ഞാൻ പറമ്പിൽ പോയിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടേ ആള് എന്നെ തേടി നടക്കേണ്ട. അതായത് ഈ കൂണിൻ്റെ കത്തിക്കാൻ വേണ്ടി വിറക് വേണം. അപ്പം അതിനുവേണ്ടി എന്നെ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ടില്ല, ഞാനിവിടെ വിളിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ കാണിച്ചുതരാം ആളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്. ഇപ്പം ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. കഷ്ടപ്പെട്ട് വിറകൊക്കെ എടുത്തിട്ട് വരെയാണ്. കഷ്ടപ്പെട്ട് വിറകൊക്കെ കത്തിക്കാൻ വേണ്ടി എടുത്തിട്ട് വരെയാണ്. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പുറത്തൊഴിയാൻ പോയി. ഞാൻ വിളിച്ചിരുന്നു അവിടെ, ഞാൻ പോയില്ല. പുള്ളിക്കാരത്ത് കഷ്ടപ്പെട്ടൊക്കെ പറമ്പുകളിൽ പോയി ശേഖരിച്ച് ഇത് കത്തിക്കാൻ വേണ്ടി എടുത്തിട്ട് വരെയാണ്. നമ്മ പണ്ട് ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ടായിരുന്നില്ല, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിക്കഴിയുമ്പോൾ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ട, എൻ്റെ ലൂസിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയിട്ട് അവൾ എന്താ വെച്ചാൽ കാണിക്കണത്, അതെടുത്ത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പഴമക്കാർ പറയണ, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് തട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അവർക്ക് അതുകൊണ്ടൊന്നും ചെയ്യാറിയില്ല. അതുകൊണ്ട് വെറുതെ അങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. അതാണ് പഴമക്കാർ പറയണത്. അത് കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇപ്പം കണ്ടില്ലേ നിങ്ങളെല്ലാവരും.